ഡിജിറ്റൽ ഇമേജിംഗ് ടെക്നോളജി എന്നത് അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഫോട്ടോഗ്രാഫിയിൽ ഓരോ മാസത്തിലും ഓരോ പുതിയ ടെക്നോളജികൾ കമ്പനികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിതാ ഒരു പുതിയ ടെക്നോളജി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അതായത് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വലിയ ഗ്ലാസ് ലെൻസുകൾ ഇനി മാർക്കറ്റിൽ ഉണ്ടാവില്ല. ഇനി വരാൻ പോകുന്നത് ലിക്വിഡ് ലെൻസുകളാണ്. അതായത് ഗ്ലാസിന് പകരം ലിക്വിഡ് അല്ലെങ്കിൽ ദ്രാവകം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ലെൻസുകളാണ് ഇനി നമുക്ക് നമ്മുടെ ക്യാമറകളിൽ ഉപയോഗിക്കാനായിട്ട് ലഭിക്കുക. അപ്പോൾ ഈ ലിക്വിഡ് ലെൻസിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പതിവ് പോലെ ഞാൻ നിങ്ങളോടൊപ്പം റഷീദ് തായലാർ. ഒപ്റ്റിക്കൽ ലെൻസുകൾ അഥവാ ഗ്ലാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലെൻസുകളുടെ ഭാരവും വലിപ്പവും നമുക്ക് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ്. ഓരോ സമയത്തും നമുക്ക് ലെൻസുകൾ മാറ്റിക്കൊണ്ടിരിക്കണം. കാരണം ചിലപ്പോൾ നമുക്ക് വളരെയധികം ദൂരെയുള്ള വസ്തുക്കളെ സൂം ചെയ്തെടുക്കണമെങ്കിൽ നമുക്കൊരു സൂം ലെൻസ് ക്യാമറ ബോഡിയിലോട്ട് ഫിക്സ് ചെയ്യേണ്ടി വരും. അതുപോലെ വൈഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എടുക്കാൻ നമുക്കൊരു വൈഡ് ലെൻസ് ഉപയോഗിക്കേണ്ടി വരും. എല്ലാ സമയത്തും നമുക്ക് ഈ ലെൻസുകൾ മാറ്റിക്കൊണ്ടേയിരിക്കേണ്ടി വരും. എന്നാൽ ലിക്വിഡ് ലെൻസുകൾ എന്ന് പറയുന്നത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള വളരെ ചെറിയൊരു യൂണിറ്റാണ് നമ്മുടെ DSLR ക്യാമറക്കായിട്ട് വരാൻ പോകുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് റേഞ്ച് വരെയും സൂം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് ലഭിക്കും. അതിൻ്റെ സൈസും ഭാരവും വളരെ കുറവായതുകൊണ്ട് തന്നെ ക്യാമറ യാത്രക്കാർക്കും മറ്റുള്ളവർക്കൊക്കെ ക്യാരി ചെയ്യാൻ വളരെ എളുപ്പമുള്ളതായിരിക്കും. ലിക്വിഡ് ലെൻസുകൾക്ക് ഒരൊറ്റ വലിപ്പത്തിലുള്ള ലെൻസ് കൊണ്ട് തന്നെ ഏതൊരു ഫോക്കൽ ലെങ്ത്തും അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ വളരെ ഫാസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് ഫോക്കസ് അച്ചീവ് ചെയ്യാൻ ഈ ലിക്വിഡ് ലെൻസുകൾക്ക് സാധിക്കും. ഇപ്പോൾ ഷവോമി എന്ന ഒരു കമ്പനി അവരുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു ലിക്വിഡ് ലെൻസിന്റെ കൺസെപ്റ്റ് പരീക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് ഈ മൊബൈൽ ഫോണുകൾ ഈ മാർച്ച് 31 അവർ ആ മൊബൈൽ ഫോൺ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ടും ലിക്വിഡ് ലെൻസിന്റെ പ്രത്യേകതകൾ, ഗുണങ്ങളും മേന്മകളൊക്കെ എന്താണ് എന്നുള്ളത്. ഇനി നമുക്ക് വരാൻ പോകുന്നത് DSLR ക്യാമറകൾക്കുള്ള ലിക്വിഡ് ലെൻസുകളാണ്. തീർച്ചയായിട്ടും ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ ഈ ലെൻസുകൾക്ക് സാധിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. ലിക്വിഡ് ലെൻസുകളിൽ മറ്റൊരു പ്രത്യേകതകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നട്ടുച്ചക്കൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ND ഫിൽറ്റേഴ്സ്, അതേപോലെ റിഫ്ലക്ഷൻ, ഗ്ലെയർ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ND ഫിൽറ്റേഴ്സും പോളറൈസ്ഡ് ഫിൽറ്റേഴ്സൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട്. എന്നാൽ ലിക്വിഡ് ലെൻസിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന ലിക്വിഡിനകത്തേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നതിലൂടെ അതിൻ്റെ ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ലൈറ്റ് പാസ് ചെയ്യാനുള്ള കഴിവിൽ മാറ്റം വരുത്താൻ സാധിക്കും. അതോടുകൂടി എക്സ്റ്റേണൽ ND ഫിൽറ്റർ എന്ന ഒരു കൺസെപ്റ്റ് ഇനി നമ്മുടെ ഫോട്ടോഗ്രാഫി മേഖലയിൽ ഉണ്ടാവില്ല. കാരണം ലെൻസിനകത്ത് എത്ര എമൗണ്ട് ക്വാണ്ടിറ്റി ഓഫ് ലൈറ്റിംഗ് എത്രത്തോളം പാസ് ചെയ്യണം എന്നത് ക്യാമറ മെനുവിലൂടെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിലായാലും പകലായാലും നമുക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ലെൻസ് കൊണ്ട് തന്നെ സാധിക്കും. അപ്പോൾ വളരെ ചെറിയ ലെൻസിനകത്ത് ഒരുപാട് കാര്യങ്ങളാണ് ഇവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇതെന്തായാലും മാർക്കറ്റിൽ വരുമ്പോൾ നമുക്ക് കണ്ടറിയാൻ പോകുന്ന ഒരു വസ്തുത, ഫോട്ടോഗ്രാഫി എന്നത് ഒന്നുകൂടി ഒരു സാധാരണക്കാരന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക്, അതുമാത്രമല്ല വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റിയൽ ലൈഫ് ചിത്രങ്ങളായിരിക്കും ഇനി നമ്മുടെ മുന്നിൽ എത്താൻ പോകുന്നത്. ഓപ്റ്റിക്കൽ ലെൻസുകളിൽ മോട്ടോർ ഉപയോഗിച്ച് ഫോക്കസ്, സൂം, അപ്പർച്ചർ ഈ സംഭവങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് ഒരു ലൈഫ് ടൈം വളരെ കുറവാണ്. കൂടി വന്ന ഒരു 10 വർഷമൊക്കെ ആയിരിക്കും നിങ്ങൾക്കൊരു ലെൻസ് ഉപയോഗിക്കാൻ സാധിക്കുക. എന്നാൽ ലിക്വിഡ് ലെൻസുകൾ വരുന്നതോടുകൂടി മോട്ടോർ എന്ന കൺസെപ്റ്റ് മാറി ഒരു ലിക്വിഡിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം വരുത്തിയിട്ടാണ് ഇവർ ഫോക്കസും സൂമൊക്കെ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ലൈഫ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. നമ്മുടെ ഓപ്റ്റിക്കൽ ലെൻസിനേക്കാളും വളരെ കൂടുതലായിരിക്കും ലിക്വിഡ് ലെൻസ് ഉണ്ടാവുക. അതുപോലെ ലിക്വിഡ് ലെൻസുകളിൽ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലിക്വിഡ് കെമിക്കൽസ് ആണ് ഇവർ ഉപയോഗിക്കാൻ പോകുന്നത്. അതുപോലെ അതിനകത്തേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ട്രാൻസ്പെറൻസിയിൽ വ്യത്യാസം വരുന്നതായിട്ടുള്ള ലിക്വിഡാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. എന്തായാലും വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് നമ്മുടെ കൈകളിൽ എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഫോട്ടോഗ്രാഫി മേഖലയിലുള്ള പുതിയൊരു വാർത്തയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. പതിവ് പോലെ ഞാൻ റഷീദ് തായലാർ.